ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സഭാപ്രസംഗി 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. തൽക്ഷണം ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി നടക്കായികയാൽ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, കുറ്റം ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷാവധി ദൈവമോ അല്ലെങ്കിൽ സമൂഹമോ അവന് നേരിട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ന്യായ പീഠങ്ങൾ അവന് പെട്ടെന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാനായിട്ട് വീണ്ടും വീണ്ടും ബന്ധപ്പെടുകയാണ്. മനുഷ്യന് ദൈവഭയം കുറഞ്ഞു വരുന്നു, സമൂഹത്തെ ഭയം കുറഞ്ഞു വരുന്നു, നീതിപീഠങ്ങളെ ഭയം കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ള ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ മാളയിലെ 6 വയസ്സുള്ള ആ ഒരു കുഞ്ഞുമോൻ, അവൻ ആബേൽ, അവൻ ഒരു ക്രൂരനായ ഒരു യൗവനക്കാരൻ്റെ കരാളഹസ്തങ്ങളിൽ അമരുകയും ആ ചെറു പൈതലിനെ അവൻ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി കൊല്ലുകയും ചെയ്തു. 2-3 പ്രാവശ്യം ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി, രക്ഷപ്പെടുവാൻ വേണ്ടി ആ കുഞ്ഞ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നു എങ്കിലും അവൻ യാതൊരു മനസാക്ഷിയുമില്ലാതെ ആ കുഞ്ഞിനെ ചവിട്ടി താഴ്ത്തി വെള്ളത്തിനടിയിൽ അവൻ്റെ ജീവൻ എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. ഞാനതിൻ്റെ വിശദമായ പല വാർത്തകളും കേൾക്കുകയുണ്ടായി. ചാമ്പയ്ക്ക വാങ്ങിച്ചു കൊടുക്കുവാനാണെന്ന് പറഞ്ഞ ആ പൈതലിനെ വിളിച്ചുകൊണ്ടുപോയി, ചൂണ്ടയിടാൻ പോകാനാണെന്ന് പറഞ്ഞ ആ പൈതലിനെ വിളിച്ചുകൊണ്ടുപോയി. അതിനുശേഷം അവൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ആ കുഞ്ഞിനെ നിർബന്ധിക്കുകയും അതിനുവേണ്ടി അതിനെ ബലാത്കാരമായിട്ട് പിടിക്കുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞ് കുതറി മാറാൻ ശ്രമിക്കുകയും അമ്മയോട് ഈ വിവരം പറയുമെന്ന്, ആ കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ്, ഞാനിതെൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ആ കുറ്റവാളിയെ, ആ യൗവനക്കാരനായ കുറ്റവാളിയെ അത് കൂടുതൽ നടുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമായി തീരുകയും ഇനി ഈ തെളിവ് ശേഷിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവനിലുള്ള മൃഗം ഉണരുകയും ആ കുഞ്ഞു പൈതലിനെ അവൻ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തുകയും ചെയ്ത ഒരു കാര്യം വളരെ ഭയാനകമായ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കുഞ്ഞ് നാളെയുടെ ഒരു ഭാവി വാഗ്ദാനമായിരുന്നു. അവൻ പഠിക്കണം, അവൻ സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തണം. ഒരുപക്ഷെ നാളത്തെ ഒരു കളക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിടങ്ങളിൽ അവൻ ചെന്നപ്പെട്ടും അവന് ഭാര്യ, മക്കള്, തലമുറകൾ എല്ലാം അവൻ മുഖാന്തരം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഈ ഒരു ദുഷ്ടനായ യൗവനക്കാരൻ്റെ ഒരു ചെയ്തിൻ മുഖാന്തരം ആ കുഞ്ഞു ബാലൻ അവൻ മരണത്തിന് വിധേയപ്പെടേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ ഒരു കഷ്ടമെന്ന് പറയുന്നത്, ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഓർത്ത് എപ്പോഴും നീറിപ്പുകയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. കാരണം ആ കുഞ്ഞ് എവിടെയാണ്, എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മൂലമാണല്ലോ, എൻ്റെ ഒരു ചെറിയ കഴിവുകേട് മുഖാന്തരമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് എപ്പോഴും അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ ഭാഗം ഈ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ ഇന്നത്തെ നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത്, ജയിലുകൾ എന്ന് പറയുന്നത് മനുഷ്യന് ഒട്ടും ഭയമില്ലാത്ത രീതിയിലായിത്തീർന്നിരിക്കുക. മുൻപൊക്കെ ജയിലുകൾ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന് ഭയമുളവാക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ജയിലുകളിൽ പോകുന്നത് ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ പോകുന്ന പ്രതീതിയിലാണ് ജയിലിൽ മനുഷ്യൻ പോകുന്നത്. അവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഇന്ന് വളരെ മാറിയിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന സംവിധാനങ്ങളല്ല ഇന്ന് ജയിലിലുള്ളത്. ഇന്ന് സാധാരണക്കാരനായ ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇവിടെ സാധാരണ രീതിയിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ എന്ന് പറയുന്ന പോലെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന് കിട്ടാത്ത ഒത്തിരി ആനുകൂല്യങ്ങളും അനുഭവങ്ങളും ജയിലിൽ ലഭിക്കുന്നു. കാരണം ഇവിടെ ഒരു സാധാരണ ഒരു കുടുംബം, അവർ തങ്ങളുടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ ജോലിക്ക് പോകുന്നു, അധ്വാനിക്കുന്നു. അതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം, അവർക്ക് ബാഗ്, സ്കൂൾ യൂണിഫോമുകൾ വാങ്ങണം, വീട്ടിലെ TV, അതുപോലെ അതിൻ്റെ വാടക, ഫോണിൻ്റെ വാടക, റീചാർജ് വാടക, ഗ്യാസിൻ്റെ വാടക, ഇങ്ങനെ അവർ കിടന്ന് കഷ്ടപ്പെടുകയാണ് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ. അതിനിടയിൽ തന്നെ അവർ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വാങ്ങിച്ചാലായി, അല്ലെങ്കിൽ ഇല്ല. ഒരുപക്ഷെ മീൻ വാങ്ങിച്ചാലായി, അല്ലെങ്കിൽ ഇല്ല. വളരെ ലഘുവായ രീതിയിൽ വളരെ കുറഞ്ഞ ഭക്ഷണങ്ങൾ, വളരെ ആരോഗ്യത്തിന് ഗുണകരമാകുന്ന പോഷകാംശമുള്ള ഭക്ഷണങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ കഴിയുമ്പോൾ ജയിലിലെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വളരെ സുഖസമൃദ്ധമാണ്. നിശ്ചിത സമയങ്ങളിൽ കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കുന്നു. അതും നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. ആഴ്ചയിൽ ഇറച്ചിയുണ്ട്, ആഴ്ചയിൽ ചിക്കനുണ്ട്, ബിരിയാണിയുണ്ട്, എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. സുഖകരമായ സംവിധാനങ്ങളെല്ലാം ഇന്ന് ജയിലിൽ ലഭിക്കുന്നത് കൊണ്ട് ജയിൽ ഒരു സുഖവാസ കേന്ദ്രം പോലെയായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ TV കാണാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് ചില അനുമതികൾ ലഭിച്ചു കഴിഞ്ഞാൽ ചില കളികാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്, ലൈബ്രറികളുണ്ട്, പഠിക്കാനുള്ള
നല്ല വിദ്യാഭ്യാസമുള്ള സാഹചര്യങ്ങളുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ലഭിക്കുന്നു. ഇനി അതൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഒരു ചെറിയ കുടുംബം വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു രോഗമോ ഒരു കഷ്ടമോ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അവരെ ബുദ്ധിമുട്ടിലാക്കി തീർക്കുന്നു. എന്നാൽ ജയിലിൽ ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവന് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറുണ്ട്, നഴ്സുമാരുണ്ട്, ചികിത്സാ സംവിധാനങ്ങളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. തന്നെയല്ല, ഇപ്പോൾ ഈ ആബേലിനെ കുറിച്ച് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ ഈ വാർത്തയിലൂടെ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടെല്ലാം ഇരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ മറ്റൊരു വാർത്ത വരുന്നു, ഈ വാർത്ത നമ്മൾ മറന്നു പോകുന്നു. കാരണം എന്താ, ഈ കുറ്റവാളി ഇനി ശിക്ഷിക്കപ്പെടണമെങ്കിൽ എത്രയോ വർഷം കാത്തിരിക്കണം. അവന്റെ ശിക്ഷാവിധി നടപ്പാക്കുമ്പോഴത്തേക്കും ജനത്തിന്റെ ഹൃദയത്തിൽ നിന്നല്ലാതെ മറയും. അടുത്ത മറ്റൊരു കുറ്റം നടന്നതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ ഒന്ന് പുനർചിന്തനം നടത്തുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മോശകരമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അപകടകരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു നിലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ജയിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല യൂണിഫോം ലഭിക്കുന്നു, യൂണിഫോമാണ്, അവർക്ക് വസ്ത്രം ലഭിക്കുന്നു, അവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റ്, അതുപോലെ തന്നെ ബ്രഷ്, സോപ്പ്, എല്ലാം അവിടെ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു സുഖവാസ കേന്ദ്രം പോലെ ജയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അത് ഓരോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് ജയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ആ ജയിലിൽ ചില സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനോ കൂടുതൽ കുറയ്ക്കാനോ ഒക്കെ അധികാരങ്ങളുണ്ട്. എന്നാൽ മുൻപ് ഉണ്ടായിരുന്ന ജയിലുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യനൊരു ഭയമുളവാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ജയിലുകൾ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഇന്ത്യയിൽ ആർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രമേ ജയിലുകളിൽ കൊടുക്കാൻ പാടുള്ളൂ. തന്നെയല്ല, ഈ നിയമവ്യവസ്ഥ പെട്ടെന്ന് മാറിയിട്ട് ഒരു കുറ്റം നടത്തിയ വ്യക്തിയെ ഉടനെ തന്നെ ശിക്ഷ വിധിക്കുന്ന ഒരു സംവിധാനം വളരെ വളരെ വേഗത്തിൽ നിയമ നടപടികൾ എടുക്കുന്ന ഒരു കോടതി ഉടനെ ആവശ്യമുണ്ട് നമുക്ക്. വളരെ വേഗം ഇന്നൊരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ തെളിവുകളെല്ലാം ശേഖരിച്ച് എല്ലാം ആ വ്യക്തിയാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു 90 ദിവസത്തിനുള്ളിലെങ്കിലും ശിക്ഷ നടപ്പാക്കുന്ന ഒരു നിയമ സംവിധാനം വന്നാലാണ് കുറേയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഇത് കുറ്റവാളികൾ അവിടെ കിടന്ന് പെരുകുകയാണ്, അവർക്ക് കൂടുതൽ കൂടുതൽ കുറ്റം ചെയ്യാനുള്ള ത്വരകൾ ഉണ്ടാവുകയാണ്, അവിടെ കൂടുതൽ കുറ്റങ്ങൾ പഠിച്ചുകൊണ്ട് അവർ വെളിയിലിറങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ സംവിധാനത്തിന് ഒരു മാറ്റം വരണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വളരെ വിഷകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാനിന്ന് എൻ്റെ മൂത്ത മകൻ്റെ കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ വേറെയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ അവരെയും കൊണ്ട് നടക്കാനായിട്ട് പോയി. അങ്ങനെ നടക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഞാൻ ആ കുഞ്ഞുങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ വളരെ വളരെ കെയർലെസ് ആയിട്ടിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയോ നടത്തിക്കൊണ്ടുപോയി അവരുടെ ശ്രദ്ധ നമ്മിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞ്, പരിചയമില്ലാത്ത ആര് തന്നാലും ഒരു മിഠായി ആകട്ടെ, ഒരു ഐസ്ക്രീം ആകട്ടെ, അത് മലയാളികളാകട്ടെ, നമ്മൾ എത്ര പരിചയമുള്ള അങ്കിളോ ആൻറ്റിയോ ആണെങ്കിലും നമ്മൾ വാങ്ങി കഴിക്കരുത്. നമ്മുടെ അപ്പനോ അമ്മയോ നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത ബന്ധുക്കളോ തരാത്ത ഒരു ഭക്ഷണവും നമ്മൾ വാങ്ങി കഴിക്കരുത്. ഞാൻ പറഞ്ഞു, അതിനകത്ത് ഒരുപക്ഷെ മയക്കുമരുന്ന് അടങ്ങിയ മിഠായികൾ ഉണ്ടാവും. പിന്നീട് അത് കഴിക്കണമെന്നുള്ള ത്വര നമുക്ക് കൂടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അതൊന്നും വാങ്ങി കഴിക്കരുത് എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മൂത്ത മകൻ്റെ ഇളയ മകള്, അവള് 2-3 പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ച കാര്യം മൂത്ത മകള് പറഞ്ഞു. പരിചയമുള്ള മൂത്ത മകൻ്റെ ഫ്രണ്ട്സ് തന്നെ കൊടുത്തതാണ്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇനി വാങ്ങി കഴിക്കരുത്, അങ്ങനെ കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. ആരും പരിചയമില്ലാത്തവർ വിളിച്ചാൽ കൂടെ പോകരുത്, അപ്പൻ്റെ അമ്മയുടെയും കൈവിട്ട് മാറിപ്പോകരുത്. നിങ്ങളെപ്പോഴും അപ്പൻ്റെ അമ്മയുടെയും കൺമുമ്പിൽ ഉണ്ടായിരിക്കണം, അവരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോവുക, തിരിച്ചു വരിക. ആരെങ്കിലും അപരിചിതനായ ഒരു വ്യക്തി ബലമായിട്ട് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കയ്യിൽ കടിക്കുക, മുറുകെ കടിക്കുക, ഉറക്കം നിലവിളിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പട്ടി കടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കല്ലുമില്ല കമ്പുമില്ല ഒന്നുമില്ല, നിങ്ങൾ ഭയപ്പെട്ടോ നിലവിളിക്കൊന്നും ചെയ്ത് ഉടനെ കുനിഞ്ഞ് ഒരു കല്ലെടുക്കുന്ന മാതിരി അഭിനയിക്കുക. അപ്പോൾ പട്ടി ഒന്ന് ഭയപ്പെടും. അതിനുശേഷം പട്ടിയുടെ നേരെ നോക്കാതെ അല്പം സൈഡ് തിരിഞ്ഞ് ഓടിപ്പോകാതെ പതുക്കെ പതുക്കെ അവിടെ നിന്ന് മാറിപ്പോവുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പനെയും അമ്മയും വീട് വിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാതെ പോയാൽ നാം TV കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം അങ്ങനെ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. എവിടെയും കഴുകൻ്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുവാൻ. അത് സ്വദേശികളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളും വന്നിട്ട് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. മക്കളെ, നിങ്ങൾ പരിചയമില്ലാത്ത ആര് തന്നാലും എന്ത് തന്നാലും വാങ്ങി കഴിക്കരുത്. ഇത് 10ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് ഇങ്ങനെയുള്ള മിഠായികളെല്ലാം സ്നേഹത്തിൽ കൊടുക്കും. ആ സ്നേഹത്തിൽ കൊടുക്കുന്ന മിഠായി ഇപ്പം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കാണുകയുണ്ടായി. ഒരു പെൺകുട്ടി ഈ
ഒരാളിങ്ങനെ മിഠായി കൊടുക്കുമായിരുന്നു, സ്നേഹത്തിൽ വാങ്ങി കഴിച്ചു, രണ്ടാമത്തെ ദിവസം ഫ്രീ ആയിട്ട് കിട്ടി, മൂന്നാമത്തെ ദിവസം ഫ്രീ ആയിട്ട് കിട്ടി, പിന്നീട് ഈ മിഠായി കഴിക്കാതിരിക്കാൻ ആ കുഞ്ഞിന് പറ്റാത്ത രീതിയിലായി. കാരണം മയക്കുമരുന്ന് അടങ്ങിയ ഒരു മിഠായി ആയിരുന്നു അത്. ഒത്തിരി കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങൾക്കെല്ലാം ശേഷമാണ് അതിനെ വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇത് എപ്പോഴും പ്രായോഗികമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. പരിചയമില്ലാത്ത ആളുകളും പരിചയമുള്ളവരും തരുന്ന യാതൊന്നും വാങ്ങി കഴിക്കാതിരിക്കുക. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപരിചിതരായ ആളുകൾ കൊടുക്കുന്നത് ഒന്നും വാങ്ങി കഴിക്കാതിരിക്കുക. കാരണം നമുക്ക് എവിടെയും സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലയളവിൽ നാം ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെയല്ല, ഇന്ന് വരുന്നതായിട്ടുള്ള ഈ പുതിയ പുതിയ സംവിധാനങ്ങൾ, പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുന്ന നിമിത്തം ജയിൽ ഒരു സുഖവാസ കേന്ദ്രം പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു പുതിയ നിയമ സംവിധാനങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. പഴയ നിയമത്തിൽ, തിരുവഴുത്തിൻ്റെ ബൈബിളിലെ പഴയ നിയമം എല്ലാം വായിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ, രണ്ട് പുരുഷന്മാർ തമ്മിൽ അടി കൂടുകയാണെങ്കിൽ ആ ഒരു പുരുഷനെ രക്ഷിക്കാൻ വേണ്ടി ആ സ്ത്രീ മറ്റേ പുരുഷന്റെ ഗുപ്താംഗത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ, അത് അവൻ്റെ രഹസ്യമായ അവയവത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കൈ വെട്ടിക്കളയണം എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലെ ഒരു നിയമം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവിക ന്യായവിധിക്ക് കാര്യങ്ങളെ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ശിക്ഷയൊന്നും നടപ്പിലാക്കിയില്ലെങ്കിലും ഉടനെ തന്നെ ശിക്ഷ നടപ്പിലാക്കുന്ന ജയിൽ ഒരു ഭയം വരുത്തുന്ന രീതിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യൗവനക്കാരെ കുറ്റവാളികളാകാതെ മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിലെ ചില ജയിൽ പരിഷ്കാരങ്ങൾ ഇവിടെയും കൊണ്ടുവരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ജീവിച്ചിരിക്കാനുള്ള ഭക്ഷണം കൊടുക്കുക, സുഖസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതെ ഇവിടെ പുറമേ ഉള്ളവർ കുറ്റം ചെയ്യാത്ത ആളുകൾ പുറമേ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, അവർ വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു. എന്നാൽ ജയിലിൽ പോകുന്ന ഒരു കുറ്റവാളി, അവൻ കൊടും കുറ്റവാളിയാണെങ്കിൽ പോലും അവന് സമൃദ്ധമായ ഭക്ഷണം നിശ്ചിതമായ സമയങ്ങളിൽ കൃത്യമായിട്ട് മെനു അനുസരിച്ച് കിട്ടുന്നു. അവന് മാട്ടിറച്ചി കിട്ടുന്നു, കോഴിയിറച്ചി കിട്ടുന്നു, എല്ലാം അവന് സുഖസമൃദ്ധമായിട്ട് കിട്ടുന്നു. ആ സംവിധാനങ്ങളെല്ലാം മാറണമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ ഗവൺമെൻറ്റാണ്, അവരെടുത്തില്ലെങ്കിൽ കൊള്ളാം. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കായ കൊണ്ടാണ് മനുഷ്യൻ ദോഷം ചെയ്യുവാനായിട്ട് ബന്ധപ്പെടുന്നത്. ശിക്ഷാവധി വേഗം നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ ഈ തലമുറയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ, അവർ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, ഇത് ശ്രദ്ധിക്കേണ്ട വളരെ ബാധ്യതയുണ്ട്. നമുക്ക് പണ്ടത്തെ പോലെ നമ്മുടെ അടുത്തുള്ള ആളുകളുടെ കൂടെയൊന്നും അങ്ങനെ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിനും ഒരു ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. നാളെയുടെ നമ്മുടെ വാഗ്ദാനങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇനിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കട്ടെ. അതിനൊരു കണ്ണ് നമുക്ക് തുറന്നിരിക്കാം. ക്യാമറ ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. ക്യാമറ കണ്ടുപിടിച്ചാലും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ക്യാമറ കണ്ടുപിടിച്ചിട്ട് എന്ത് ഗുണമിരിക്കുന്നു? ക്യാമറ അല്ല നിരീക്ഷിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാം എപ്പോഴും ഒരു നിരീക്ഷണം അവരുടെ മേൽ ഉണ്ടായിരിക്കുക. ഇനി വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന്, ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കരുതുന്നതിന് ഒരു അവസരമായി ഈ മെസ്സേജ് അത് എടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസത്തിനും സമയത്തിനുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്റെ കൈകളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കണ്ണുകൾ എത്താത്ത ഇടത്ത് കർത്താവേ നിന്റെ കണ്ണുകൾ എത്തുമല്ലോ കർത്താവേ. നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ കർത്താവേ. നീ ഞങ്ങൾക്ക് തന്നതാണ് കർത്താവേ. അത് പിശാച് തട്ടിയെടുത്ത് അവർക്ക് വെച്ചിരിക്കുന്ന ആയുസ്സിന് മുമ്പ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം കർത്താവേ നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിയമ സംവിധാനങ്ങൾ മാറുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികളുടെ ഹൃദയങ്ങളിൽ അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി പെട്ടെന്ന് നടക്കത്തക്ക നിലയിൽ നിയമ സംവിധാനങ്ങൾ മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് കൃപ ചെയ്യണമേ. ഭരിക്കുന്ന ഭരണാധികാരികളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നു, അനാഥമാകുന്നു കർത്താവേ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലൊരു വാർത്ത വേറെ കേട്ടതാണ് കർത്താവേ. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വളരെ ഭയാനകമായ രീതിയിൽ ഞങ്ങൾ കേൾക്കുന്നു കർത്താവേ. നീ കേരളത്തോട് കനിവ് തോന്നണമേ കർത്താവേ. ഓരോ സംസ്ഥാനങ്ങളോടും ദയ കാണിക്കണമേ കർത്താവേ. ചില സംസ്ഥാനങ്ങളിൽ ബലാത്സംഗം ചെയ്ത് കുഞ്ഞുങ്ങളെ കയ്യും കാലും കൂട്ടിക്കെട്ടി മരത്തിന് മുകളിൽ തൂക്കിയിരിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നു കർത്താവേ. ദൈവമേ, ഈ തലമുറയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് കർത്താവേ. ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുതണമേ, സഹായിക്കണമേ. ഒരു ചെറുബാല്യവും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ കണ്ണുകൾ അവരെ സംരക്ഷിച്ചുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.